ഹായ് ഫ്രണ്ട്സ്, നമസ്കാരം. ഏതൊരു മനുഷ്യനും അടിസ്ഥാനപരമായിട്ടുള്ള കുറേ ആവശ്യങ്ങളുണ്ട്. അപ്പോൾ പ്രായത്തിനും സാഹചര്യത്തിനും അനുസരിച്ച് അതിനകത്തുനിന്ന് കിട്ടുന്ന സംതൃപ്തിക്കും വ്യത്യാസമുണ്ട്. നമ്മുടെ വികാര വിചാരങ്ങളോട് ഏത് രീതിയിൽ പ്രതികരിക്കുന്നു അതനുസരിച്ചിരിക്കും നമ്മുടെ സന്തോഷവും സംതൃപ്തിയും എല്ലാം തന്നെ. നമ്മുടെ ആരോഗ്യമായിട്ട് ബന്ധപ്പെട്ട്, സന്തോഷമായിട്ട് ബന്ധപ്പെട്ട് കാമത്തിൻ്റെ ഊർജ്ജത്തിന് അതിൻ്റേതായ പ്രാധാന്യമുണ്ട്. അതുകൊണ്ട് തന്നെ ഇതിനു വേണ്ടി പല കാര്യങ്ങളും അറിയേണ്ടതായിട്ടും ചെയ്യേണ്ടതായിട്ടും ഉണ്ട്. അപ്പോൾ ഇന്ന് ഞാൻ പറയുന്നത് നല്ല കാമവികാരമുള്ളവരെ സംബന്ധിച്ച് അവരുടെ ലൈഫ് സ്റ്റൈലിൽ ചില പ്രത്യേകതകളുണ്ട്. അതിനകത്ത് ചില രീതികളുണ്ട്. മാത്രമല്ല, ഇത് ശരിയായ രീതിയിൽ കിട്ടാതെ വന്നാൽ അവരിൽ കാണുന്ന ചില ലക്ഷണങ്ങളുണ്ട്. പ്രത്യേകിച്ചും സ്ത്രീ പങ്കാളികളെ സംബന്ധിച്ച് അത് വളരെയേറെ പ്രകടമാണ്. അതിനു മുമ്പ് ഈ ചാനൽ ആദ്യമായിട്ട് കാണുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണം കേട്ടോ. ആരോഗ്യമുള്ള ഏതൊരു വ്യക്തിയെ സംബന്ധിച്ചും ലൈംഗിക സംതൃപ്തിക്ക് അതിൻ്റേതായ പ്രാധാന്യമുണ്ട്. ശരിക്കും പറഞ്ഞാൽ സ്ത്രീയാണെങ്കിലും പുരുഷനാണെങ്കിലും നമുക്ക് കാമപരമായിട്ടുള്ള ഒരു ആകർഷണം മറ്റൊരാളിൽ തോന്നുന്നത് ആരോഗ്യത്തിൻ്റെ ലക്ഷണമാണ്. ചില സ്ത്രീകളെ സംബന്ധിച്ച് അവരുടെ വികാര വിചാരങ്ങളെ അവർ ബഹുമാനിക്കാറുണ്ട്, അതിൻ്റേതായ വാല്യൂ കൊടുക്കാറുമുണ്ട്. അതുകൊണ്ട് തന്നെ അവരുടെ ശരീരത്തിനും മനസ്സിനും എന്താണ് വേണ്ടതെന്ന് അവർക്ക് നന്നായിട്ടറിയാം. മാത്രമല്ല, അവരുടെ സന്തോഷത്തിനും സംതൃപ്തിക്കും പ്രാധാന്യം കൊടുക്കുന്ന ഒരു ലൈഫ് സ്റ്റൈൽ അവർ ക്രിയേറ്റ് ചെയ്യാറുമുണ്ട്. കാമം കുറച്ച് കൂടുതലുള്ളവരെ സംബന്ധിച്ച് അവർക്ക് അവരുടേതായിട്ടുള്ള ചില രീതികളുണ്ട്. മാത്രമല്ല, ചില മെത്തേഡിനോട് ഒരു പ്രത്യേക ഇഷ്ടം കൂടുതലായിട്ടുമുണ്ട്. ഒരു വ്യക്തിയെ സംബന്ധിച്ച് പോസിറ്റീവായിട്ടുള്ള ലൈംഗികതയ്ക്ക് പ്രാധാന്യം കൊടുക്കുന്ന സാഹചര്യം സൃഷ്ടിക്കുക എന്ന് പറയുന്നത് അത് അവൻ്റെ കഴിവാണ്. സ്ത്രീകളെ സംബന്ധിച്ച് ഇടയ്ക്ക് ഈ ഒരു ഊർജം കൂടാനായിട്ട് പല കാരണങ്ങളുമുണ്ട്. എന്നുവെച്ചാൽ അവരിലുണ്ടാകുന്ന സൗഹൃദത്തിൻ്റെ, സ്നേഹത്തിൻ്റെ, പ്രണയത്തിൻ്റെ ഊർജം പലപ്പോഴും ലൈംഗികതയ്ക്ക് വഴിമാറാറുണ്ട്. അതുകൊണ്ട് തന്നെ ഇഷ്ടപ്പെട്ട പുരുഷൻ്റെ സാമീപ്യം, സ്പർശനം അവർ കൂടുതലായിട്ടും കൊതിക്കാറുണ്ട്. ചില പങ്കാളികളെ സംബന്ധിച്ച് അവരുടെ പ്രണയത്തെ അവരിങ്ങനെ ബൂസ്റ്റപ്പ് ചെയ്തുകൊണ്ടേയിരിക്കും. ചില പ്രത്യേക സമയത്തുള്ള സാഹചര്യത്തിലുള്ള ചുംബനം തന്നെ പങ്കാളിയെ സംബന്ധിച്ച് അവരിൽ കാമത്തിൻ്റെ ഊർജ്ജത്തെ കൂട്ടുന്നുണ്ട്. കാരണം മറ്റൊന്നുമല്ല, ഈ സമയത്ത് പുരുഷൻ്റെ കൈ വെറുതെ അടങ്ങിയിരിക്കാറില്ല. ഈ സമയത്തുള്ള പങ്കാളിയുടെ റെസ്പോൺസാണ് തുടർന്നുള്ള പ്രവർത്തനത്തിന് അവന് ഊർജം കൊടുക്കുന്നത്. ചില സ്ത്രീകളെ സംബന്ധിച്ച് അവരുടെ വികാരങ്ങൾക്കൊരു പ്രത്യേകതയുണ്ട്. അത് കൂടുതലായിട്ടും പ്രകടിപ്പിക്കണമെന്നില്ല, പക്ഷേ ഉള്ളിൽ തീവ്രമായിട്ട് സംഭവിക്കുന്നുണ്ട്. അപ്പോൾ ഇവരെ സംബന്ധിച്ച് ഇത് കൂടുതലായിട്ട് ആഗ്രഹിക്കുന്നതിൻ്റെ പിന്നിലും ചില കാരണങ്ങളുണ്ട്. പ്രത്യേകിച്ചും അവരുടെ ഫിസിക്കൽ ബോഡിയുടെയും മെൻ്റൽ ബോഡിയുടെയും പ്രവർത്തനം ബന്ധപ്പെടുന്നതിന് വളരെ അനുകൂലമാണ്. എന്നാൽ ചിലരെ സംബന്ധിച്ച് ഈ ഒരു കാര്യം നന്നായിട്ട് ആഗ്രഹിക്കുന്നുണ്ട്, ചെയ്യാനൊക്കെ ഒത്തിരി ഇഷ്ടമാണ്, പക്ഷേ വേണ്ട രീതിയിൽ കിട്ടുന്നില്ല. അവരെ സംബന്ധിച്ച് ആദ്യം തോന്നുന്നത് ഒരു വല്ലാത്ത നിരാശയാണ്. ഈ ഒരവസ്ഥയിൽ നമുക്ക് പല നെഗറ്റീവ് ചിന്തകൾ വരുന്നു. ശരീരത്തിന് ആ റിലാക്സേഷൻ കിട്ടാത്തതുകൊണ്ട് സ്ട്രെസ്സ് വരുന്നു. ചിലർക്കാണെങ്കിൽ ഒരു പ്രത്യേക ദേഷ്യം, അമർഷം, ഒരു വല്ലാത്ത വീർപ്പുമുട്ടൽ ഫീൽ ചെയ്യുന്നു. നല്ല കാമമുള്ളവരെ സംബന്ധിച്ചാണെങ്കിൽ ഈ ഒരവസ്ഥ വല്ലാത്ത ബോറിംഗ് ആണ്. അതുപോലെ ശരീരത്തെ സംബന്ധിച്ച് ഇടയ്ക്കൊക്കെ ഈ ഒരു റിലാക്സ് കിട്ടാതെ വരുമ്പോൾ പലതരത്തിലുള്ള വേദനയായിട്ട് ഫീൽ ചെയ്യും. കാരണം രതിമൂർച്ഛ സമയത്ത് വരുന്ന ആ ഒരു എക്സ്പീരിയൻസ് ഉണ്ടല്ലോ, ശരീരം മുഴുവൻ വലിഞ്ഞു മുറുകി റിലാക്സ് ചെയ്യുന്ന ആ ഒരവസ്ഥ കിട്ടുന്നില്ല. അതുപോലെ മാറിടത്തിൻ്റെ ഭാഗത്ത് കിട്ടുന്ന ആ ഒരു റിലാക്സേഷൻ ശരിക്കും കിട്ടുന്നില്ല. ബ്ലഡ് സർക്കുലേഷൻ കുറയുന്നു. അതുകൊണ്ട് തന്നെ ആ ഭാഗത്തുള്ള സ്റ്റിഫ്നെസ് കൂടി വരുന്നുണ്ട്. ഇതിനകത്ത് കൂടുതൽ സ്റ്റിമുലേഷൻ വരുമ്പോൾ ഉൽപ്പാദിപ്പിക്കുന്നത് ഓക്സിറ്റോസിൻ എന്ന ഹോർമോണാണ്. ഇത് സന്തോഷം മാത്രമല്ല, നമുക്ക് പങ്കാളിയായിട്ടൊരു അടുപ്പം തോന്നിപ്പിക്കുകയും ചെയ്യും. അതുപോലെ മറ്റുള്ളവരെ കൂടുതലായിട്ട് ശ്രദ്ധിക്കുക, അവരുടെ ഏതെങ്കിലും കാര്യത്തിനകത്ത് അസൂയ തോന്നുക. മാത്രമല്ല, മറ്റുള്ളവരെ അനാവശ്യമായിട്ട് കുറ്റപ്പെടുത്താനുള്ളൊരു ടെൻഡൻസി ഉണ്ടാകുന്നുണ്ട്. ചിലർക്കാണെങ്കിൽ ഈ രീതിയിൽ സന്തോഷിക്കുന്നവരെ കാണുമ്പോൾ ഒരു അസ്വസ്ഥത തോന്നാറുണ്ട്, നിരാശ തോന്നാറുണ്ട്. ചിലർക്കാണെങ്കിൽ ഈ ഒരു വികാരം അവർക്ക് ആരോടും പ്രകടിപ്പിക്കാൻ പറ്റാത്ത സാഹചര്യമാണ്. പങ്കാളിയായിട്ടാണെങ്കിലും പ്രോപ്പറായിട്ട് ഷെയർ ചെയ്യാൻ പറ്റുന്നില്ല. അപ്പോൾ എല്ലാം ഉള്ളിലൊതുക്കേണ്ട ഒരു സാഹചര്യം വരുന്നു. ചിലരെ സംബന്ധിച്ച് ഈ ഊർജം അവർ മറ്റേതെങ്കിലും ഒരു വ്യക്തിയിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ മറ്റേതെങ്കിലും കാര്യത്തിലേക്ക് തിരിച്ചു വിടുന്നുണ്ട്. ശരിക്കും പറഞ്ഞാൽ ഈ സമയത്ത് കിട്ടുന്ന ഓരോ സ്പർശനവും നല്ലൊരു തെറാപ്പിയാണ്. അതുപോലെ പങ്കാളിൽ നിന്നും ഇതിനകത്തൊരു സംതൃപ്തി കിട്ടാത്ത ചില സ്ത്രീകളെ സംബന്ധിച്ച് അന്യപുരുഷനോട് ഒരു പ്രത്യേക അടുപ്പം തോന്നാം. അവരെ കൂടുതലായിട്ട് ശ്രദ്ധിക്കുന്നു, അവരോട് സംസാരിക്കുമ്പോൾ ഒരു പ്രത്യേക സന്തോഷം തോന്നുന്നു. കൂടുതൽ പേർക്കും ഈ ഒരു സാഹചര്യത്തിൽ പ്രണയിക്കാനുള്ള ടെൻഡൻസി തോന്നാറുണ്ട്. ഇതിൽ കൂടി ബന്ധപ്പെടാനുള്ളൊരു സാഹചര്യം ക്രിയേറ്റ് ചെയ്യാറുണ്ട്. യഥാർത്ഥത്തിൽ ഇത് ശരീരത്തിൻ്റെ മാത്രം ആവശ്യമല്ല, മനസ്സിൻ്റെ പ്രവർത്തനവും ശക്തമായിട്ട് നടക്കുന്നുണ്ട്. ശരിക്കും പറഞ്ഞാൽ ഇതിൽ നിന്ന് കിട്ടുന്ന ആ ഒരു സംതൃപ്തി ഉണ്ടല്ലോ, നമ്മുടെ ശരീരത്തിന് ഒരുപാട് ഗുണം ചെയ്യുന്നുണ്ട്.
പ്രത്യേകിച്ചും ഈ സമയത്ത് കൂടുതലായിട്ട് ഉൽപ്പാദിപ്പിക്കുന്നത് സന്തോഷത്തിൻ്റെ ഹോർമോണുകളാണ്. ഇത് നമ്മുടെ ശരീരത്തിൻ്റെ മനസ്സിൻ്റെ ഡിഫൻസ് മെക്കാനിസത്തെ നന്നായിട്ട് ബൂസ്റ്റപ്പ് ചെയ്യുന്നുണ്ട്. ചില പങ്കാളികളെ സംബന്ധിച്ച് അവർക്ക് പരസ്പരം നല്ല സ്നേഹമുണ്ട്, അടുപ്പമുണ്ട്, മറ്റെല്ലാ കാര്യങ്ങളും ഓക്കെയാണ്. പക്ഷേ ഈ ഒരു കാര്യം മാത്രം റെയറായിട്ടാണ് ചെയ്യുന്നത്. ചിലരെ സംബന്ധിച്ച് ചെയ്യാറേ ഇല്ല. അതിൻ്റെ പ്രധാനപ്പെട്ട ഒരു കാരണം എന്താണെന്ന് വെച്ചാൽ, ഈ ഒന്നിച്ചുള്ളവരെ സംബന്ധിച്ച് കുറേ നാളിത് ചെയ്യാതിരിക്കുമ്പോൾ പിന്നെ ചെയ്യാനായിട്ടൊരു സ്റ്റാർട്ടിങ് ട്രബിൾ ഉണ്ടാവും. എന്നുവെച്ചാൽ സ്വാഭാവികമായിട്ടും ഇതിനകത്തൊരു പ്രാധാന്യം കുറയും, ഒരലസത വരും, മടി വരും. പിന്നെ ആരാദ്യം തുടങ്ങും, എങ്ങനെ തുടങ്ങും എന്നൊരു കൺഫ്യൂഷൻ വരും. പരസ്പരം ഇതിനകത്ത് കുറച്ചെങ്കിലും ആകർഷണമുള്ളവരാണെങ്കിൽ ഒരു മസാജിൽ കൂടി ഈ ഒരു പ്രശ്നം പരിഹരിക്കാൻ പറ്റും. കാലിൻ്റെ ഭാഗത്ത് ലൈറ്റായിട്ട് ചെയ്ത് തുടങ്ങിയാൽ മതി, ബാക്കിയൊക്കെ ഓട്ടോമാറ്റിക്കായിട്ട് നടന്നോളും. ഇനി പങ്കാളി കൂടിയില്ലാത്തവരെ സംബന്ധിച്ച് സ്വയമാണെങ്കിലും പല കാര്യങ്ങളും ചെയ്യാൻ പറ്റും. ഇനി ഏത് സാഹചര്യമാണെങ്കിലും നമ്മുടെ ആഗ്രഹമാണ് ഇതിനു വേണ്ടിയുള്ള കാര്യങ്ങളൊക്കെ ഒരുക്കി തരുന്നത്. ശരിക്കും പറഞ്ഞാൽ ഈ ഒരു കാര്യം ഓരോരുത്തർക്കും ഓരോ സാഹചര്യത്തിൽ കൂടി ചെയ്യുന്നതാണ് ഇഷ്ടം. ചിലർക്കാണെങ്കിൽ വിവാഹത്തിന് ശേഷം ആ പങ്കാളിയെ സ്നേഹിച്ച് ബന്ധപ്പെടുന്നതാണ് ഇഷ്ടം. എന്നാൽ ചിലർക്ക് അങ്ങനെയല്ല, പ്രണയത്തിൽ കൂടി ഇത് ചെയ്യുന്നതാണ് ഇഷ്ടം. എന്നാൽ മറ്റ് ചിലർക്കാണെങ്കിൽ ഫ്രണ്ട്ഷിപ്പ് ആയതിനു ശേഷം ഇത് ചെയ്യുന്നതാണ് ഇഷ്ടം. എന്നാൽ മറ്റ് ചിലരെ ശ്രദ്ധിച്ചിട്ടുണ്ടോ? അവർക്ക് സ്നേഹമുള്ള പങ്കാളിയൊക്കെ കാണും, എന്നാലും രഹസ്യമായിട്ടുള്ള ബന്ധത്തിന് താല്പര്യമുണ്ട്. ഇതിനകത്ത് സ്ത്രീയും ഉണ്ട്, പുരുഷനും ഉണ്ട്. അവരതിനു വേണ്ടി ചില സാഹചര്യങ്ങൾ സൃഷ്ടിക്കാറുണ്ട്. രതിമൂർച്ച സമയത്ത് ക്രിസിരിയുടെ ഭാഗത്ത് കിട്ടുന്ന സ്ട്രോക്കുകൾക്ക് നമ്മുടെ ബ്രെയിനിനെ ഒരു പ്രത്യേക തലത്തിലെത്തിക്കാനുള്ള കഴിവുണ്ട്. മിക്കവാറും സ്ത്രീകളെ സംബന്ധിച്ച് ചില ദിവസങ്ങളിൽ ബന്ധപ്പെടാനായിട്ട് തീവ്രമായ ആഗ്രഹം തോന്നാറുണ്ട്. ഈസ്ട്രജൻ, ഓക്സിറ്റോസിൻ, ടെസ്റ്റോസ്റ്ററോൺ ഈ 3 ഹോർമോണുകളും ശരിയായ രീതിയിൽ പ്രവർത്തിക്കുമ്പോൾ പലപ്പോഴും ഈ ഒരവസ്ഥ തോന്നാറുണ്ട്. അതുപോലെ പങ്കാളികൾ 2 പേരും ഇതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ തുറന്ന് സംസാരിക്കണം. അതുപോലെ ഏത് സാഹചര്യത്തിലാണ് നന്നായിട്ട് എൻജോയ് ചെയ്യാൻ പറ്റുന്നതും പൂർണ്ണ സംതൃപ്തി കിട്ടിയിട്ടുള്ളതും. അപ്പോൾ ഇവിടെ ഓർക്കേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യം, ഇത് ഈ ഒരു രീതിയിൽ കൂടി മാത്രമേ ചെയ്യാവൂ എന്നൊന്നുമില്ല. ഓരോരുത്തരുടെയും ഇഷ്ടത്തിനനുസരിച്ച് കഴിവിനനുസരിച്ചുള്ള മെത്തേഡുകൾ കണ്ടുപിടിച്ചിട്ട് അത് ഷെയർ ചെയ്യാൻ ശ്രമിക്കാം. സ്ത്രീയാണെങ്കിലും പുരുഷനാണെങ്കിലും ഇവിടെ ഓർക്കേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യം എന്തെന്ന് വെച്ചാൽ, നിങ്ങൾക്ക് ഓൾറെഡി ഒരു പങ്കാളി ഉണ്ടെങ്കിൽ മറ്റൊരു പങ്കാളിയെ തേടി പോകരുത്. എന്നാൽ ഒരു കൂട്ടുകാരനാവാം, കൂട്ടുകാരിയാവാം. ഈ പ്രണയത്തിനകത്ത് പ്രശ്നങ്ങൾ വരാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ, ഒരു വ്യക്തി മറ്റൊരാളിൻ്റെ റോള് ചെയ്യാൻ ശ്രമിക്കുന്നു. എന്നുവെച്ചാൽ പങ്കാളിയുടെ റോള് ചെയ്യാൻ കാമുകൻ ശ്രമിക്കുന്നു, അല്ലെങ്കിൽ കാമുകി ശ്രമിക്കുന്നു. അപ്പോൾ സ്വാഭാവികമായിട്ടും അവിടെ കാമത്തിൻ്റെ ഊർജ്ജത്തിന് പകരം വരുന്നത് സ്വാർത്ഥതയുടെ ഊർജ്ജമാണ്. എനിവേ, നമുക്ക് മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്, ലൈക്ക് ചെയ്യണം, അയക്കാൻ പറ്റുന്ന കൂട്ടുകാർക്കൊന്ന് അയച്ചു കൊടുക്കണം കേട്ടോ. താങ്ക്സ് ഫോർ വാച്ചിങ്. സീ യു നെക്സ്റ്റ് ടൈം. ബൈ.